ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്തായാലും ഇന്ന് ഒരു എവിക്ഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നന്ദന പുറത്തായി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അടുത്തതിന് ഒരു എവിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. ഏതായാലും നന്ദന പുറത്തായിട്ടുണ്ട്. നന്ദന പുറത്തായിട്ടുള്ളെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നന്ദന തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അത് നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ലൈവ് കാണുന്നവർക്കാണെങ്കിലും എപ്പിസോഡ് കാണുന്നവർക്കാണെങ്കിലും കൃത്യമായിട്ട് അറിയാം. ഈ ഒരാഴ്ചയായിട്ട് നന്ദന നന്ദന എന്ന് പറഞ്ഞാൽ പെങ്ങളുകുട്ടി ആങ്ങളമാരുടെ ഇടയിൽ കിടന്നുകൊണ്ട് കാണിക്കുന്ന ഷോയും ഇതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ വന്നപ്പം അവിടെ ലോട്ടറി അടിച്ച ഒരാളുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തതിന് ആരാ പോകുന്നത് നമ്മൾ അറിയില്ല. എന്നാലും നോറ പോകാൻ ചാൻസ് കുറവാണ്. ഞാൻ പറഞ്ഞ നോറയെ കുറിച്ചാണ്. ലോട്ടറി അടിച്ചത് ഇപ്രാവശ്യം നോറയ്ക്കാണ്. സത്യം പറഞ്ഞാൽ നോറ പുറത്താകണം, നോറ പുറത്തു പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളങ്ങളൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ആഴ്ച. അൻസിബയും ഒക്കെ പുറത്താകുന്ന സമയത്ത് നോറ പുറത്താകണം, അടുത്ത നോറയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അതിന് ശേഷമുള്ള ആഴ്ചകളിൽ നന്ദനയുടെ പെർഫോമൻസ് കണ്ടതോടുകൂടി എല്ലാവരും ഓപ്പോസിറ്റായി. വോട്ട് ചെയ്തവർ കൂടുതലേക്ക് തോന്നുന്നു നന്ദനയ്ക്ക് അനുകൂലമല്ലാതെ വോട്ട് ചെയ്തു. അതിന് കാരണം നന്ദന തന്നെയാണ്. ആങ്ങളമാരുടെ കൂടെ നിന്നുകൊണ്ട് പെങ്ങൾ കാണിച്ച കോമാളിത്തരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. എന്നുവെച്ചാൽ സംസാരിക്കുന്നതിന് എന്ത് കാര്യത്തിൽ സംസാരിക്കണം എന്നറിയില്ല. സംസാരിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ്, ഞാൻ എന്തോ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു നന്ദനയെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പ്രേക്ഷകർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഒരു പോയിന്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ല, നന്ദനയെ സപ്പോർട്ട് ചെയ്യാതെ ആങ്ങളമാർ പെങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആങ്ങളമാരോട് പിണങ്ങിപ്പോയിരിക്കുന്നു. പിന്നെ ആങ്ങളമാർ അതിനെ സോൾവ് ചെയ്യാൻ നടക്കുന്നു. അതൊക്കെ ജനങ്ങൾ എന്തായാലും അത് കണ്ട് ഇറിറ്റേറ്റ് ആയി. തീർച്ചയായിട്ടും പുറത്തു പോകേണ്ട നന്ദന തന്നെയായിരുന്നു. നന്ദന പുറത്തു പോയിട്ടുണ്ട്. രണ്ടാമത് എല്ലാവരും പറഞ്ഞത് സായിയും കൂടെ പുറത്തേക്ക് വിടണം എന്നുള്ളതാണ്. പെങ്ങള് പോയപ്പോൾ ഒരു ആങ്ങളെ കൂടി പുറകിലേക്ക് പോട്ടെ എന്നാണ് പറയുന്നത്. ഇനി 2 എവിക്ഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. 2 എവിക്ഷൻ ഉണ്ട് എങ്കിൽ പോലും നോറ രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാണ്. എന്നുവെച്ചാൽ സായിക്കും വോട്ട് കുറവാണ്. ഈ പറയുന്നത് പോലെ ചിലപ്പോൾ നന്ദനെ വിചാരിച്ചിരിക്കാം ഇവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്കൊരു ഫാൻ ബേസ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് വരുന്ന വോട്ടുകളിൽ കുറച്ച് എനിക്കും വരാം. അതുപോലെ സിജോ നോമിനേഷൻ ഇല്ല, സിജോയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, സിജോയുടെ കുറച്ച് വോട്ടുകൾ എനിക്ക് വരാം എന്നൊക്കെ വിചാരിച്ചിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞിടത്തോളം നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ കയറി നോക്കുന്നുണ്ട്, ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും ഏത് ഗ്രൂപ്പുകളിലാണെങ്കിലും ഈ സിജോയുടെ ആൾക്കാർ ഇവരുടെ വോട്ട് ചെയ്തത് സായിക്കാണ്. സിജോയ്ക്ക് വലിയ വോട്ടിംഗ് ശതമാനം ഒന്നുമില്ല, എന്നാലും ഉള്ളവര് ഭൂരിഭാഗം പേര് വോട്ട് ചെയ്തത് സായിക്കാണ്. എന്നിട്ടും സായി പുറത്താകുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം പുറത്തായിട്ടില്ല ഇതുവരെയും, ഇനി അഥവാ പുറത്താകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സിജോയുടെ ഒരു ഗ്രാഫ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ഇന്ന് ഒരു എവിക്ഷനെ കാണത്തുള്ളൂ, അടുത്ത പ്രാവശ്യം ആയിരിക്കും 2 പേര് പോകുന്നത് അറിയില്ല. എന്തായാലും നന്ദന ഇന്ന് ഔട്ടായിട്ടുണ്ട്. അത് നന്ദന കറക്റ്റ് ആയിരുന്നു, നന്ദന തന്നെ വരുത്തിവെച്ച വെന എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആങ്ങളമാർക്കിനി എന്തോ ആവും അറിയില്ല. പെങ്ങള് പോകുന്ന ഒരു സങ്കടം, പെങ്ങള് പോകുമെന്ന് വിചാരിച്ച ആങ്ങളമാരുണ്ട് അതിനകത്ത്. പെങ്ങള് പോയാലും അവര് പറയും നമ്മൾ വിചാരിച്ചിരുന്നതാണെന്ന് പറയും. പിന്നെയും ജനങ്ങൾ അവിടെ പിടിച്ചു നിർത്തുമെന്ന് സിജോയ്ക്ക് സായിക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒരു പാവപ്പെട്ട കുട്ടി വീട്ടിൽ നിന്ന് വന്ന് ഒരു വീട് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ വെളിയിലേക്ക് വിടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ കാണിച്ചു കൂട്ടിയത് അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയല്ല അവിടെ കാണിച്ചു കൂട്ടേണ്ടത്. അത് ചിലപ്പോൾ ക്യാരക്ടർ ആയിരിക്കാം. ക്യാരക്ടർ ആണെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു നന്ദനയുടെ കഴിഞ്ഞ ആഴ്ച മൊത്തം കാണിച്ചു. കഴിഞ്ഞ ആഴ്ച നല്ല കുറെ ദിവസമായി കാണിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ച കുറച്ച് കൂടുതലായിരുന്നു. അതിനുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. 100% കൺഫേം ആണ്. നന്ദന എവിക്റ്റായി. ഇനി പുറകിൽ ആങ്ങളമാരും എല്ലാം പോകുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം.